ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ സംഘർഷങ്ങൾക്കൊടുവിൽ സഹോദരനായ ആൻഡ്രൂ രാജകുമാരനെ എല്ലാ പദവികളിൽ നിന്നും അതുപോലെ രാജകൊട്ടാരത്തിൽ നിന്നും തന്നെ പുറത്താക്കി ചാൾസ് മൂന്നാമൻ രാജാവ് എന്ന വാർത്ത വരുന്നുണ്ടല്ലോ. കാരണമുണ്ട്, ആ കാരണത്തിലേക്ക് BP സഞ്ചരിക്കുക. ഒരുപക്ഷെ പതിറ്റാണ്ടുകളായിട്ടുള്ള ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ ചരിത്രത്തിൽ ഒരുപക്ഷെ സമീപകാലത്ത് ആദ്യമായിട്ടാണ് ആൻഡ്രൂ രാജകുമാരൻ, ഇപ്പോഴത്തെ രാജാവ് ചാൾസ് മൂന്നാമൻ്റെ സഹോദരനാണ്, ആൻഡ്രൂ രാജകുമാരൻ്റെ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് സ്ഥാനം ചിഹ്നങ്ങളൊക്കെ എടുത്ത് മാറ്റിയിരിക്കുന്നു. അദ്ദേഹം ഇനി അറിയപ്പെടുക ആൻഡ്രൂ മൗണ്ട് ബാറ്റൻ വിൻസർ എന്നായിരിക്കും. അദ്ദേഹത്തെ രാജകൊട്ടാരത്തിൽ നിന്ന്, അദ്ദേഹത്തിന് വലിയ 30 മുറികളൊക്കെയുള്ള വലിയ ഹാളുകളും ഇതൊക്കെയുള്ള ഒരു വലിയ രാജകൊട്ടാരം, അവിടെ നിന്ന് വിൻസറിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ്. അദ്ദേഹം ഇനി വാടകയ്ക്ക് താമസിക്കേണ്ടി വരും. പക്ഷേ ഇതൊക്കെ ആണെങ്കിൽ അതിൻ്റെ പൈസയൊക്കെ ഇവർ കൊടുക്കുമായിരിക്കും. എന്തായാലും ആൻഡ്രൂ രാജകുമാരൻ വന്നുപെട്ടിരിക്കുന്നത് ചില്ലറ വിവാദത്തിലൊന്നുമല്ല. ലോകത്തെ മുഴുവൻ പിടിച്ചു കുലുക്കിയ ജെഫ്രി എപ്സ്റ്റീൻ എന്ന ലൈംഗിക പീഡകൻ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ കൗമാരപ്രായക്കാരായ 18 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്ന് പല ദ്വീപുകളിൽ കൊണ്ടുപോയിട്ട് വളരെ കോടീശ്വരന്മാരായ ആൾക്കാർക്ക് സമർപ്പിച്ചിരുന്നു എന്നുള്ള വാർത്തകൾക്ക് നടുവിലാണ് ആൻഡ്രൂ രാജകുമാരൻ ഇങ്ങനെയുള്ള കൗമാരക്കാരെ പീഡിപ്പിച്ചു എന്ന വാർത്ത വന്നത്. വെർജീനിയ എന്ന പെൺകുട്ടി തൻ്റെ ആത്മകഥ ഓർമ്മകൾ എഴുതിയതിൽ തന്നെ രാജകുമാരൻ വന്ന് പീഡിപ്പിച്ചതിൻ്റെ കഥ, 3 തവണ പീഡിപ്പിച്ചതിൻ്റെ കഥകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വലിയ വിവാദമായി. ഒരുപക്ഷെ SK ഓർക്കുന്നുണ്ടാവും, നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കേസിൽ പ്രതിയായിട്ട് വരുന്ന അവസ്ഥയുണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് കേസുകളൊക്കെ വന്നതാണ്. എലോൺ മസ്ക് വരെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. പക്ഷേ തന്ത്രപരമായി ട്രംപ് രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ ഇതിലും എപ്സ്റ്റീൻ എന്ന് പറയുന്ന ജെഫ്രി എപ്സ്റ്റീൻ ട്രംപിൻ്റെയും കൂട്ടുകാരനായിരുന്നു, ആൻഡ്രൂ രാജകുമാരൻ്റെ കൂട്ടുകാരനായിരുന്നു, ലോകത്തിലെ വൻ നേതാക്കളുടെയൊക്കെ കൂട്ടുകാരായിരുന്നു. ഈ കൗമാരക്കാരായ പെൺകുട്ടികളെ ചതിച്ചു കൊണ്ടുവന്ന് പലർക്കും കാഴ്ചവെക്കുന്ന ആളായിരുന്നു എപ്സ്റ്റീൻ. അദ്ദേഹം ജയിലിൽ കിടന്ന് അദ്ദേഹത്തിന് സ്വയം ആത്മഹത്യ ചെയ്തു എന്നാണ് പിന്നീട് റിപ്പോർട്ടുകൾ വന്നത്. ഈ പെൺകുട്ടിയും ആൻഡ്രൂ രാജകുമാരനായിട്ട് ബന്ധപ്പെട്ട് പേര് വന്ന വെർജീനിയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു 41-ാം വയസ്സിൽ. അതുകൊണ്ട് ആൻഡ്രൂ രാജകുമാരനെ മാറ്റിയത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൽ ഏതായാലും വലിയ സംഘർഷത്തിനൊക്കെ ഇതായിരുന്നു. പക്ഷേ ഒടുവിൽ ആ തീരുമാനം, വലിയ എതിർപ്പ് ബ്രിട്ടീഷ് കുടുംബത്തിൽ തന്നെ ഉണ്ടായി. അതിനെക്കുറിച്ച് ഒരു വാക്കും കൂടി SK, അമേരിക്കയിലെ സാധാരണക്കാരനായ ഈ പെൺകുട്ടിയാണ് വെർജിന. അവളുടെ ധൈര്യത്തിന് മുമ്പിൽ ഒരു ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ കൊട്ടാരം തന്നെ അവിടെ തന്നെ ചലനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നാണ് അവരുടെ കുടുംബം പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.